ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വതഖീറാത്തിഹി. നീ സമ്പൂർണ്ണമായി ആ ആളെ തുടരുന്നതോടുകൂടെ ദജ്ജാലിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദജ്ജാൽ വന്നാലും വന്നിട്ടില്ലെങ്കിൽ ദജ്ജാലിസം വരും. വന്നിട്ടുണ്ട്. ദജ്ജാലിസം നാട്ടിലുണ്ടോ? അല്ലേ? ഉണ്ട്. എവിടെയുണ്ട്. അവരുടെ ലക്ഷ്യം എന്താ? അവരുടെ ലക്ഷ്യം തെറ്റിക്കല. അവർക്ക് ബാത്തിലിനെയും ഹക്കിനെയും കൂട്ടിക്കുഴക്കും. എന്നിട്ട് ബാത്തിലിനെ എന്തായി കാണിക്കും? ഹക്കായി കാണിക്കും. അപാരമായ കഴിവുകളെയും സിദ്ധികളെയും കാണിക്കും. അതിന് നമ്മൾ വഞ്ചിക്കപ്പെടും. അബ്ദിലൂടെ ഖുർആനിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഖുർആൻ നിനക്ക് കൃത്യമാവുക. അല്ലെങ്കിൽ അബ്ദിനെ മാറ്റി വെച്ചാൽ ഖുർആനിന്റെ ഹവയായിരിക്കും. അതുകൊണ്ട് യുളില്ലു ബിഹി കസീറൻ. യുളില്ലു ബിഹി വാഹിദൻ എന്നൊരു വാക്ക് മുഹമ്മദ് എന്നാളെ പറ്റിയില്ല. യുളില്ലു ബിൽ ഖുർആൻ, യുളില്ലു ബിഹി കസീറൻ എന്ന് ഖുർആനെ പറ്റി ഖുർആനിലുണ്ട്. മനസ്സിലായില്ല? ഒരുപാട് ആളുകൾ ഖുർആൻ കൊണ്ട് പിഴക്കുമെന്ന് ഖുർആനിലുണ്ട്. ഒരാളെങ്കിലും മുഹമ്മദ് എന്ന ആളെ കൊണ്ട് പിഴക്കുന്ന ലോകത്തെവിടെയില്ല. ഈ മനുഷ്യനെ അംഗീകരിച്ചാൽ മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദും ബിനാസിയതിഹാ, അവന്റെ കൈ മൂർത്താവില്ലാത്ത ഒരാളുമില്ല. അതെന്റെ കാര്യം. എണീറ്റ് വാ. ഏറ്റിക്കോ. ഇതേറ്റിക്കോ. അത് ഏറ്റിക്കോ. നല്ല തോളിൽ നിന്നോട്ടെ. വെളിയും വെച്ച ഇതെന്റെ തലയിലും പണി. ഇതൊക്കെ ഇതിന്റെ ഇത് ഉത്തം വെച്ചൊടുത്തിട്ട് കയറിയിട്ടല്ലേ? മനസ്സിലായില്ല? ഇതറിഞ്ഞോണ്ട് ഒരാളോ അവൻ്റെ തലയ്ക്ക് വെച്ചു കൊടുക്കുക. ഇതൊരു പരീക്ഷണം. ഇതിനൊക്കെ ഓൻ അവിടെ ശ്രദ്ധിച്ച് ഈ മൊബൈൽ പോകാതെയും ചാടാതെയും വീഴാതെയും നിർത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. ഓന് പ്രശ്നങ്ങൾ കുറഞ്ഞാലും അവന് പ്രതിഫലം കുറയും. ഈ ജാതി പ്രശ്നമുള്ള കാലത്ത് എടാ മനുഷ്യ, വിഡ്ഢിയായ മനുഷ്യ, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാരാ? അല്ലാഹു അല്ലേ? മനുഷ്യ എന്തായി വിചാരിക്കുന്നത്? നിന്നെ അല്ലാഹു പരീക്ഷിക്കല്ലേ? അത് അല്ലാഹു അറിയാതെയാണോ ഇവിടെ പ്രശ്നം ഉണ്ടാണ്? മനസ്സിലാണ്ട് പറഞ്ഞ ആ പ്രശ്നത്തിൽ ഇവൻ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ലത്തീഫായ ഖബീറായ റബ്ബ് ഇത് ഈ രൂപത്തിൽ കൂളിമാട് അങ്ങാടി വരെ കൊണ്ടുപോയി എത്തിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞാൽ, മാന്യനായ ഒരാളാണ് ഞാനെങ്കിൽ അതിൻ്റെ റൂട്ട് ഞാൻ ക്ലിയറാക്കി കൊടുക്കുമല്ലോ. ഓൻ തയ്യാറായ മാത്രം മതിയല്ലോ. അതേ അടിമ ചെയ്യണ്ടുള്ളൂ. ഈ വിഡ്ഢിയായ നമ്മൾ വരെ മാന്യനാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുമെങ്കിൽ, മനസ്സിലാവേണ്ട പറഞ്ഞത്. അവിടെ ഞാൻ അവൻ്റെ കണ്ണും കൂടി കെട്ടിയാൽ പിന്നെ ഓനെ തപ്പിത്തടയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇന്നെ കുറ്റം പറയും. അയാൾ എന്ത് മനുഷ്യനാ, കണ്ണിട്ടി അങ്ങനെ വിടാൻ പറ്റുമോ? ഇത് എല്ലാ റൂട്ടും ഏറ്റവും മാന്യനാണ് ആര്? അല്ലാഹു. ആ റബ്ബല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തരുന്നത്. നിന്റെ ഭരണാധികാരി മോശമാകാൻ കാരണം എന്താ? നല്ല ഭരണാധികാരിനെ കൊടുക്കണം എന്ന് അള്ളാഹ് കരുതിന്. പക്ഷേങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു ജയിച്ചില്ല. ഓലെ എന്ത് ചെയ്തെന്നറിയോ? വോട്ടിംഗ് മെഷീൻ കൃത്രിമം കാട്ടി. എല്ലാരും മനസ്സിലുള്ള പറഞ്ഞിനി കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ. പക്ഷേ എന്തായിന്നറിയോ? ഓല് വോട്ടിംഗ് യന്ത്രത്തിൽ കളിച്ച കാര്യം ഭയങ്കരമായി പോയി. അപ്പോൾ അവിടെ വോട്ടിംഗ് യന്ത്രത്തിൽ കളിക്കുകയാണെങ്കിലും അത് അള്ളാഹ് വിചാരിച്ചാൽ കളിക്കുമോ? അല്ലെങ്കിൽ ലാസ്റ്റ് പറ്റി പറഞ്ഞ വോട്ടിംഗ് യന്ത്രത്തിൽ കളിച്ചു എന്നാ. ആയിക്കോട്ടെ, അത് അള്ളാഹ് അറിയാതെ കളിച്ചതോ അറിഞ്ഞു കളിച്ചതോ അറിഞ്ഞുകൊണ്ട് കളിച്ചതോ അതൊരു പരീക്ഷണമാണ്. ആദ്യം ചങ്ങായി തലയൊക്കെ കയറ്റി ഈ പ്രശ്നങ്ങളിലൊക്കെ ഇതിൽ ഓരോൻ്റെ ബാധ്യത എന്താണെന്ന് അറിയോ? ഇനി ഇതിങ്ങോട്ട് കൊഞ്ഞാടുമ്പോൾ അവന് പറയാൻ പറ്റുമോ? എന്ത് ഈ ജാതി സാധനം എല്ലാം കൂടി തല്ലിച്ച ഒക്കെ ഇടക്കൊക്കെ ഒന്ന് കൊഞ്ഞാടൂല എന്നറിയാൻ പറ്റുമോ? ഇത് കൊഞ്ഞാടാൻ പാടില്ലല്ലോ. ഇത് മൊബൈൽ കൊടുക്കും ചാടി. അപ്പോൾ അവന് പറയാൻ പറ്റുമോ? എന്ത് ഈ ജാതി പ്രതിസന്ധിയുള്ള സന്ദർഭത്തിൽ ഒന്നും രണ്ടൊക്കെ കൊഞ്ഞാട് പറയാൻ പറ്റുമോ? അതല്ലേ ഇപ്പം ഈ പറയണ വർത്താനം? പ്രതിസന്ധിയുള്ള കാര്യം എന്ത് വർത്താനം ഈ പറയണത്? ഇതൊക്കെ ഏറ്റണം. എന്നിട്ട് ഓനോട് പറയണം യസ്സിർ ലനാ ഉമൂറനാ
مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. അങ്ങനെയല്ലേ ഇതന്നെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ച്. അപ്പൊ ഇത് മനുഷ്യൻ ഇത് ചിന്തിക്കണില്ല. അപ്പൊ ഓരോ മസ്ഊലിയാത്തുകളും അവന്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന റബ്ബ് ഓന് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അത് ചെയ്യണത്. അവിടെ വീഴാൻ പാടില്ല. എല്ലാ ഇതിനെല്ലാം ഒരേ സമയത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കണം. മനസ്സിലാവേണ്ട പറഞ്ഞത് എല്ലാം ഏറ്റവും പ്രശ്നങ്ങൾ ഏറിയത് ഉണ്ടായത് അമ്പിയാക്കൾക്കാണ്. എന്നിട്ട് ഒന്നുപോലും അവരുടെ ജീവിതത്തിൽ വിട്ടുപോയതുമില്ല. അതിനൊക്കെ സൗകര്യം അവരെ തയ്യാറായാൽ അതിന് സൗകര്യം ആര് ചെയ്തു കൊടുക്കും? അല്ലാഹു. അപ്പൊ വളരെ നിങ്ങൾ ഗൗരവമായി ദജ്ജാലിസം എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ് പറയല. നമ്മൾ ഒഴിവ് കഴിവ് പറഞ്ഞാൽ ഹക്കായ മാർഗത്തിൽ നമ്മളാണ് തെറ്റിപ്പോവും. പിന്നെ തിരിച്ചു തുമ്മലായോതോൻ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ അല്ലാഹുവിനടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം തന്നെയാണ്. ദജ്ജാലിസത്തെ ഈ ആയത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉണർന്നിരിക്കണം. ഈ ആയത്തുകളിൽ നിന്ന് ദജ്ജാലിസത്തെ മനസ്സിലാക്കാം. ദജ്ജാലിസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓരോ നിമിഷവും ആ ദജ്ജാലിസം അധികരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു. ഒന്ന് അൽഹംദുലില്ലാഹ് ഇത്തിബാഅ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു. 2 ക്ലാസ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇത്തിബാഅ് ചെയ്യുക. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹ് ഇവിടെ ഇത്തിബാഅ് ചെയ്യൽ 2 അർത്ഥമാണ്. ഒന്ന് നീ റബ്ബിൽ റാളിയാകുക. പിന്നെ ഞാൻ വിശദീകരിക്കുക. 2 അവ്വലു ഹാമിദ് എന്ന ആളെ തുടരുക. അവ്വലു ഹാമിദ് ആരാ? മുഹമ്മദ് മുസ്തഫ. അക്സർ ഹാമിദും മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അഹ്മദും മുഹമ്മദ് മുസ്തഫ. ആ ആളെ നീ ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീറാത്തിഹി നീ സമ്പൂർണമായി ആ ആളെ തുടരുന്നതോടുകൂടെ ദജ്ജാലിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദജ്ജാൽ വന്നാലും വന്നിട്ടില്ലെങ്കിൽ ദജ്ജാലിസം വരും. വന്നിട്ടുണ്ട്. ദജ്ജാലിസം നാട്ടിലുണ്ടോ? അല്ലേ? ഉണ്ട്. എവിടെയുണ്ട്. എവിടെയുണ്ട്. അവരുടെ ലക്ഷ്യം എന്താ? അവരുടെ ലക്ഷ്യം തെറ്റിക്കല. അവർക്ക് ബാത്തിലിനെയും ഹക്കിനെയും കൂട്ടിക്കുഴക്കും. എന്നിട്ട് ബാത്തിലിനെ എന്തായി കാണിക്കും? ഹക്കായി കാണിക്കും. അപാരമായ കഴിവുകളെയും സിദ്ധികളെയും കാണിക്കും. അതിന് നമ്മൾ വഞ്ചിക്കപ്പെടും. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ഒരുപോലെയല്ല. അപ്പം ഇന്നലത്തെ ഒരു പ്രഭാഷണമുണ്ട്, 4 മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണമുണ്ട് ഇന്നലെ. ഈശ്വർ അള്ളാഹ് തേരെ എന്നാ. ഞാനതിൽ ആ പ്രഭാഷണം കേട്ടവർ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? 4 മണിക്കൂർ ദീർഘമായ പ്രസംഗം. അതൊരു പഠനം. ആ പഠനം ഞാൻ ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തെ ഏറ്റവും സാംസ്കാരിക തനിമയുള്ള ഏറ്റവും കൂടുതൽ പരസ്പര സഹകരണമുള്ള ഒരു രാജ്യത്തെ വർഗീയതയിലേക്ക് വിട്ടുക എന്നതാണ് 1857 ശേഷം യൂറോപ്യന്മാർ ചെയ്തത്. ഇന്ന് അതിൻ്റെ നഷ്ടമാണ് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ. ഇന്നലത്തെ പ്രസംഗത്തിലുണ്ട്. അതവർക്കേ കഴിയൂ. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, മനുഷ്യരെ തമ്മിൽ തെറ്റിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇത് മനുഷ്യർ ചെയ്യാൻ പാടില്ല. കാരണം തെറ്റിച്ച് കഴിഞ്ഞാൽ ശത്രുതയായി. ശത്രുത പിന്നെ എന്താവും? മനസ്സിലാവണല്ലോ. ഇപ്പം നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവസാന ഭാഗത്ത് എന്ത് കാണാമെന്നറിയോ? 2 റൂട്ടുണ്ട്. ഒന്ന് എറണാകുളത്തേക്ക്, ഒന്ന് പാലക്കാട്ടേക്കും. ഇത് തുടക്കത്തിൽ ചെറിയ ഈ 2 റെയിൽ പാളവും തുടങ്ങുന്നിടത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ.
അല്ലേ? അങ്ങനെ തന്നെയല്ലേ? തുടങ്ങിയപ്പോൾ ചെറിയ വ്യത്യാസത്തിലാണ് അവർ തമ്മിൽ ഭിന്നിച്ച്. മനസ്സിലാണ്ട് പറഞ്ഞത്? പിന്നെ അതാണ് പോയി. ഇനി ഒരിക്കലും എന്താവില്ല, ഓടൂല. ചെറിയ ഒരു പോയിന്റിലാ ഭിന്നത. സത്യല്ല, ഭിന്നത അങ്ങനെയാ. ഭിന്നത നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ട്? ലാഭത്തിന് വേണ്ടിയാണ് അവരത് ചെയ്തത്. അപ്പൊ ആ ഒരു ജനതയെ എപ്പോഴും അത് ദജ്ജാലിസാണ്. അവരിൽ നിന്ന് ആരൊക്കെ ഉൾക്കൊണ്ടോ അവരൊക്കെ ദജ്ജാലിന്റെ കൂട്ടത്തിൽ പെട്ടുപോകും, ദജ്ജാലിസത്തിൽ പെട്ടുപോകും. രക്ഷപ്പെടണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം. അൽഹംദുലില്ലാ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി രണ്ടാമത്, ഇനി പിന്നെയും വീണ്ടും ഒരു ആവർത്തി ഒരു പക്ഷേ തിരിച്ചു വരും ഒന്നും കൂടെ. അപ്പൊ ഇതിന് ബാക്കി പറയാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നോക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെന്റൻസ് എന്ന നിലക്ക് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി അൻസല, അവൻ ഇറക്കി എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് എന്തിനെ ഇറക്കി എന്നാണ്. അപ്പോൾ മുന്തിക്കേണ്ടത് എന്തിനെയാണ്? കിതാബിനെയാണ്. പക്ഷെ അല്ലാഹു തആല അബ്ദിനെ മുന്തിച്ചു. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ പ്രോട്ടോകോളാണ്. അള്ളാഹ്ക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനാഫിഉൽ ഖൽഖ്, സൃഷ്ടികളുടെ ഉപകാരത്തിനെ മുന്തിക്കുക. സൃഷ്ടികളുടെ ഉപകാരം എന്ന നിലയിൽ കിതാബിനേക്കാൾ ഉപകാരമാണ് എന്ത്? അബ്ദ്. ഇതാണ് റബ്ബിന്റെ പ്രോട്ടോകോൾ. ഇവിടെ ഇനി രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവും. ഈ മാർഗത്തിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അബ്ദിനെ മുന്തിക്കും, അവർ ദജ്ജാലിസത്തിൽ രക്ഷപ്പെടും. ചില ആളുകൾ കിതാബിനെ മുന്തിക്കും, അവർ ദജ്ജാലിസത്തിൽ അകപ്പെടും. ഇത് ഭയങ്കര പാടാണ്. ഈ ഒരു 10 ആയത്ത് വളരെ തലക്കോൾ തുറന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ഇന്ന് മനുഷ്യർ ഭൂരിഭാഗവും നമ്മളെ മുസ്ലിമീങ്ങൾ തന്നെ കിതാബിന് പ്രാധാന്യം കൊടുക്കുകയും അബ്ദ് കിതാബിൻ്റെ ഒരു ഹാമിൽ മാത്രമാണെന്ന് അവഗണിക്കുകയും ചെയ്തു. അതായത് കിതാബ് ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമായിട്ടാണ് ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഇന്ന് അബ്ദിനെ കാണുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനം ആരാണ്? അബ്ദാണ്, കിതാബല്ല. കിതാബ് അള്ളാഹുവിൻ്റെ സ്വന്തം കലാമായിട്ട് പോലും ഭാഷാപരമായി സെന്റൻസിൽ മുന്തിക്കേണ്ടത് ഇതായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചത് അബ്ദിനെയാണ്. ചില സ്ഥലങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിങ്ങളാണ്ട് ഉറപ്പിക്കണം. അബ്ദിനെ മുന്തിച്ചവർ മാത്രം ദജ്ജാലിസത്തിൽ രക്ഷപ്പെടും. അബ്ദിനെ മുന്തിച്ചിട്ടില്ലെങ്കിൽ പരാജയപ്പെടും. 2 ടീം മുസ്ലിമുകൾ ഒരുത്തി. ഇനി ഈ ടീമിന് ആള് കൂടും. ഏത് കൂടും? യകൂന ഫി ആഖിരി സമാൻ ദജ്ജാലിന്റെ ആളുകൾ കൂടും. ഇപ്പോൾ മനസ്സിലാണ്ട് പറഞ്ഞ മനസ്സിലല്ലേ? ഇനി ആളുകൾ എന്തിനാണ് കൂടുക? കിതാബിനെ കൂടും, അബ്ദിന് കുറയും. എന്തുകൊണ്ട് എന്നറിയാം? വളരെ ചിന്തിക്കണം. കിതാബിനെ ആർക്കും പ്രശ്നമില്ല. കാരണം കിതാബിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? ഇനി അള്ളാഹു ഇല്ല എന്നുള്ളതിനൊരു വ്യാഖ്യാനം വേണമെങ്കിലും കിതാബ് കൊണ്ടുവരാൻ ഒരാൾക്ക് കഴിയും. പഠിച്ചല്ല, ആഖിറല്ല, സ്വർഗല്ല, നരകല്ല എന്നൊക്കെ പറയാൻ ഒരാൾ കിതാബ് ഉപയോഗപ്പെടുത്താൻ അങ്ങനത്തെ ഒരു ദുർബുദ്ധിക്ക് ഈ കിതാബിൽ നിന്ന് എന്ത് കണ്ടെത്താൻ നാളെ കഴിഞ്ഞേക്കും? മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ദുർബുദ്ധിക്ക് നാളെ സ്വർഗമില്ല എന്നുള്ളതിന് ഒരു ആയത്ത് കാണിക്കാൻ കഴിഞ്ഞേക്കാം. അതൊരു ദുർബുദ്ധിയാണ്. അതേ സമയത്ത് മുഹമ്മദ് മുസ്തഫയെന്ന് അങ്ങനെ കാണിക്കാൻ കഴിയൂല. ഈ വ്യക്തി 23 വർഷം പറഞ്ഞതും കേട്ടതും പ്രവർത്തിച്ച് കാണിച്ചതും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും തേടിയതും കൃത്യമാണ്. ആ 23 വർഷത്തെ ഓരോ ദിവസവും ഇന്ന് മുസ്ലിമീങ്ങളെ കയ്യിലുണ്ട്. എന്തിനാ പേടിക്കണം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കിതാബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാം. ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ട് കണ്ട് അപ്രകാരം ചെയ്തൊരു ജനതയാ സ്വഹാബത്ത്. അവരുടെ ജീവിതവും കൃത്യമാണ്. ആ ആളുകളുടെ സ്വഹാബത്തിന്റെ ജീവിതത്തെ വിശദീകരിക്കാൻ വേണ്ടി ആയിരക്കണക്കായ കിതാബുകൾ അന്നും ഇന്നുമായി ലോകത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും പിഴക്കൂല. അബ്ദിനെ മുന്തിച്ചവർ ഒരിക്കലും പിഴക്കൂല. കിതാബിനെ മുന്തിച്ചവർക്ക് അവരുടെ ഹവയാണ് കാരണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇത് ഏതോ ഒരു അബ്ദല്ല. അല്ലാഹു സുബ്ഹാന അബ്ദിഹി അല്ലാഹുവിന്റെ സ്വന്തം അബ്ദാണ്. അല്ലാഹുവിന്റെ സ്വന്തം അബ്ദാണ്.
അള്ളാഹുവിന്റെ സ്വന്തം അബ്ദാണ് ഈ അബ്ദ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന് വേണ്ടി അല്ലാതെ അള്ളാഹു ഈ ലോകത്ത് മനുഷ്യനെ ജിന്നിനെ പഠിച്ചിട്ടില്ല. ഇബാദത്തിൽ പൂർത്തിയായ ആളെയാണ് സ്വന്തം അബ്ദ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ സ്കെയില് ഇയാളാണ്. ഖുർആൻ നിന്റെ ചിന്തയിലേക്ക് നിനക്ക് മാറ്റാം. ഖുർആൻ കൃത്യമാവുക ഇതിൽ ഖുർആനെ കിട്ടുമ്പോഴാണ്. മനസ്സിലായില്ല? അബ്ദിലേക്ക് ഖുർആനെ കിട്ടുക, അബ്ദിലൂടെ ഖുർആനിലേക്ക് കേറുമ്പോൾ മാത്രമാണ് ഖുർആൻ നിനക്ക് കൃത്യമാവുക. അല്ലെങ്കിൽ അബ്ദിനെ മാറ്റി വെച്ചാൽ ഖുർആൻ നിന്റെ ഹവയായിരിക്കും. അതുകൊണ്ട് യുളില്ലു ബിഹി കസീറൻ, യുളില്ലു ബിഹി വാഹിദൻ എന്നൊരു വാക്ക് മുഹമ്മദ് എന്നാളെ പറ്റിയില്ല. യുളില്ലു ബിൽ ഖുർആൻ യുളില്ലു ബിഹി കസീറൻ എന്ന് ഖുർആനെ പറ്റി ഖുർആനിലുണ്ട്. മനസ്സിലായില്ല? ഒരുപാട് ആളുകൾ ഖുർആൻ കൊണ്ട് പിഴക്കുമെന്ന് ഖുർആനിലുണ്ട്. ഒരാളെങ്കിലും മുഹമ്മദ് എന്ന ആളെ കൊണ്ട് പിഴക്കുന്ന ലോകത്തെവിടെയില്ല. ഈ മനുഷ്യനെ അംഗീകരിച്ചാൽ മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനസ്സിലാ? മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. എനിക്ക് വഴിപ്പെട്ടാൽ സ്വർഗത്തിൽ കിടക്കും. ഖുർആൻ ഓതി പഠിച്ചാൽ സ്വർഗത്തിൽ കിടക്കും പറഞ്ഞില്ല. ഖുർആൻ ആരിലൂടെ ഓതണം? ഖുർആൻ മുഹമ്മദ് മനസ്സിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞയച്ചു. എന്താ അങ്ങനെ ആയത്ത്? ഫിൽ ഉമ്മിയീന റസൂലൻ എന്നാണ് ആയത്തിന്റെ തുടക്കം. വഇദ് ബഅസ അല്ലാഹു, എങ്ങനെയാണ് ആയത്തിന്റെ തുടക്കം? എങ്ങനെയാണ് ആയത്തിന്റെ തുടക്കം? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ, സൂറത്തുൽ ജുമുഅ ആയത്ത് നമ്പർ 2. ഹുവ അല്ലാഹു അല്ലദീ ഒരുത്തനാണ്, ബഅസ അവൻ അയച്ചു, ഫിൽ ഉമ്മീൻ നിരക്ഷരിൽ റസൂലൻ ഒരു റസൂലിനെ അയച്ചു. നിരക്ഷരിൽപ്പെട്ട ഒരു റസൂൽ. അപ്പോൾ ഈ റസൂലിന് ഒരെഴുത്തും വായനയോ ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കലോ ഒന്നും ഈ റസൂലിന് ഉണ്ടായിട്ടേയില്ല. അങ്ങനത്തെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യത്ലു അലൈഹിം ആയാതി, ആ റസൂൽ ഓതി കൊടുക്കണം. ഈ റസൂലിന് ഇവിടെ പറഞ്ഞ എന്താ? നിരക്ഷരിൽപ്പെട്ട ആൾ എന്നിട്ട് ഇയാൾ ഓതി കൊടുക്കണം. വയുസക്കീം എന്നിട്ട് അവരെ ശുദ്ധീകരിക്കുകയും വേണം. ശുദ്ധീകരിച്ചു. അസ്വഹാബിക്കൻ നുജൂം, ഇവരൊക്കെ ഇരുന്ന ഇരിപ്പിൽ 100, 200, 500, 1000 വരി അറബി സാഹിത്യ കവിതകൾ എഴുതാൻ കഴിയുന്ന സാഹിത്യ സാമ്രാട്ടുകളെ ഓതിക്കൊടുത്ത് ശുദ്ധീകരിച്ചത് ഈ ആളാണ്. നിങ്ങൾ ഓതിയാ പോരാ, ഇയാളിലൂടെ ഓതണം. അപ്പൊ സ്വഹാബി നന്നായത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഓതിയത് കൊണ്ടല്ല, പിന്നെ റസൂലിലൂടെ ഓതിയത് കൊണ്ടാണ്. റസൂലിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. ഇനി ഓതിയില്ല നോക്ക, റസൂലിനെ അവലംബിച്ചു, രക്ഷപ്പെടും. അപ്പൊ ദജ്ജാലിങ്ങൾ കിതാബിൽ മേൽ കളിക്കും. എന്തുകൊണ്ട്? കിതാബിന്മേൽ എന്ത് നടക്കും? പറ, എന്ത് നടക്കും? ഹവ നടക്കും കിതാബിന്മേൽ, റസൂൽ നടക്കൂല. റസൂലിന് കൃത്യമായ മാർഗരേഖ, കൃത്യമായ അപ്ഡേഷൻ ഉണ്ട് അതിൻ്റെ. അത് അങ്ങനെ തന്നെ കണ്ട 1.25 ലക്ഷം സ്വഹാബികളുണ്ട്. അവർക്ക് പ്രതിസന്ധികൾ വിഷയം തന്നെയല്ല. ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും നടന്ന സമയത്ത് ഓരോരുത്തരോടും എതിരിട്ട ആളാണ് അലി ബിൻ അബി ത്വാലിബ്. ഈ ആൾ 4ാമത്തെ ഖലീഫയാണ്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയിൻ. ഇതെന്തിനാണ് അലി ബിൻ അബി ത്വാലിബിലൂടെ നമുക്ക് അള്ളാഹു 4ാമത്തെ ആളായപ്പോഴത്തേന് ഖവാരിജ് എന്ന ബിദഅത്തിന്റെ സംഘം പൊട്ടി. 4 ഖലീഫമാർ കഴിഞ്ഞിട്ടാണ് ബിദഅത്തിന്റെ സംഘം പൊട്ടിയതെങ്കിൽ ബിദഅത്തിൽ നമുക്ക് ഖുലഫാക്കളിൽ ഒരു ഇത്തിബാഅ് ചെയ്യാൻ കഴിയില്ല. കുട്ടികൾ തല കൊടുത്ത് ചിന്തിക്കണം. അതേ സമയത്ത് ഒരു സംഘം സൈന്യം യൂറോപ്പിലുണ്ട്. അതേ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ അമർ ചെയ്യുന്നുണ്ട്. അലി ബിൻ അബി ത്വാലിബ് ബിദഅത്തിന്റെ അമർ ചെയ്യുന്ന സംഘത്തിലാണ്. മനസ്സിലായില്ല? സെൻട്രൽ ഏഷ്യയിലുണ്ട്, ആസർബൈജാനിലുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. അതേ സമയത്ത് സ്വന്തം നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ എതിരിടാനുണ്ട് വാളെടുത്തിറങ്ങി ഇരിക്കുകയാണ് ആര്? സയ്യിദുന അലി ബിൻ. ആദ്യത്തെ ബിദഅത്തിന്റെ സംഘം ഖവാരിജാണ്. ഇതുണ്ടാകുന്നത് ആരെ കാലത്താണ്?
സയ്യിദന അലി റളിയല്ലാഹു അൻഹു ഇവരോടാണ് യുദ്ധം ചെയ്തത് മുഴുവനും, കാഫിറിനോടല്ല. അലി നിങ്ങളിന്റെ കൂടെ ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് യുദ്ധം ചെയ്തത് ആരോടാണ്? ആരോടാണ്? മുബ്തദിഇനോടാണ്. എന്തുകൊണ്ട്? അവര് ദീനിനെ മാറ്റിമറിക്കാൻ ഒരുങ്ങി. ദീനിനെ മാറ്റിമറിക്കന്നെ, മറിക്കലാണല്ലോ ബിദ്അത്ത്. നിങ്ങൾക്കിത് വളരെ മനസ്സിലായി. പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, ആയുധക്കളി കളിച്ചു. അവരെന്തോ കളിച്ചോട്ടെ എന്ന് പറയുന്ന പ്രശ്നമല്ലേ? അപ്പോൾ ബിദ്അത്തിനെ കൈകാര്യം, ബിദ്അത്ത് 4 ഖലീഫമാർ കഴിഞ്ഞിട്ട് അമവികളുടെ കാലത്തോ അബ്ബാസികളുടെ കാലത്തോ ആണ് ബിദ്അത്തിന്റെ സംഘം വന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയില്ല. എന്നല്ല ഇമാം അങ്ങനെ പറഞ്ഞു, മൗമൂം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലെ വലിയൊരു കൂട്ടക്കാർ അംഗീകരിക്കുകയും ഇല്ല. അതേ സമയത്ത് ബിദ്അത്തിന്റെ കക്ഷി ആരെ കാലത്ത് ഇറങ്ങി? അലി ആരാ? അൻത അഖീ ഫിദ്ദുനിയ വൽ ആഖിറ മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ അലിയും അയാൾക്ക് നേതാവായിരിക്കും. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിനിൻ. ഇത് ചൊല്ലി ഹദീസ്. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ അലിയും അയാൾക്ക് നേതാവായിരിക്കണം. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. ومن لم يكن له علي مولى فليس بمؤمن. എന്നൊക്കെ കേൾക്കണ്ട്. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. മൻ കുന്തു മൗലാഹു, ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ ഫഅലിയുൻ മൗലാഹു, അലി അയാൾക്ക് നേതാവായിരിക്കണം. വമൻ, ഒരാൾ, അർത്ഥം വെച്ചു. മൻ, ഒരാൾ, കുന്തു, ഞാൻ, മൗലാഹു, അവൻ്റെ നേതാവാണെങ്കിൽ ഫഅലിയുൻ മൗലാഹു, അലിയും അവൻ്റെ നേതാവായിരിക്കണം. വമൻ, ഒരാൾ, ലം യകുൻ. ഇതൊക്കെ നബി എന്തിനാ പറയണത്? ഇങ്ങനത്തെ ഒരു വാക്ക് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞില്ല. എന്തുകൊണ്ട്? സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഈ പ്രശ്നം വരില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പ്രശ്നം വരില്ല? അലിയെ നേതാവാകാൻ സമ്മതിക്കാത്തൊരു ജനത ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് വരെ ആ പ്രശ്നം പൊതുവായില്ല. മനസ്സിലായില്ല? ഈ പ്രശ്നം പുറത്തു വരുന്ന ആരെ കാലത്താണ്? അവിടെ പ്രശ്നം റസൂൽ കൃത്യമായിരിക്കും. അലിയെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് പുറപ്പെട്ടവരാണ് ആര്? എന്ത് ഹറജ, പുറപ്പെട്ടു. ഖവാരിജ് പുറപ്പെട്ടവർ ആരുടെ നേതൃത്വത്തിൽ നിന്ന്? അലിയുടെ നേതൃത്വത്തിൽ നിന്ന് പുറപ്പെട്ടവരാണ് ആര്? ഖവാരിജ്. അപ്പൊ അവരുടെ പ്രശ്നം എന്താ? അലിയെ നേതാവാക്കാതിരിക്കാൻ പ്രശ്നം. നോക്കിങ്ങളാ ആ ഭാഷന്റെ കൃത്യത. വമൻ, ഒരാൾ, ലം യകുൻ ലഹു, അവനായില്ല, അലിയുൻ, അലി ആയില്ല, മൗലൻ, നേതാവായില്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിനിൻ, അവൻ മുഅ്മിനല്ല. മുഅ്മിനല്ല എന്നല്ല, ലൈസയുടെ ഖബറിൽ ബാ കൊടുത്താൽ ഒരിക്കലല്ല എന്നർത്ഥം വരും. ഫലൈസ ബിമുഅ്മിൻ, അവൻ മുഅ്മിനേ അല്ല. നിസ്കാരം നോമ്പുണ്ടോ? ഖുർആൻ ഓതുണ്ടോ? ഖവാരിജ് പോലെ യഖറഊനൽ ഖുർആന ഫയബ്കൂൻ. ഖുർആൻ ഒരു കാര്യം ഓരോ കാര്യം ഇബ്ലീസ് വിടും, നമ്മളെ കാര്യം വിടൂല. എന്തുകൊണ്ട്? നമ്മൾ നേരായ റൂട്ടിലാ. നമുക്കങ്ങനെ ഖുർആൻ ഓതി കരയാൻ തോന്നൂല. അവർ ഖുർആൻ ഓതിയിട്ട് യഖറഊനൽ ഖുർആന ഫയബ്കൂന. ഖുർആൻ ഓതി കാര്യം ആര്? ഖവാരിജ്. ഓതിയിട്ട് കാര്യമല്ല. ഇബ്ലീസ് വല്ല വാതകനാവൂല. ومن لم يكن له علي مولى فليس بمؤمن. അപ്പൊ ഈ ഒരു പക്ഷം, ഇതാണ് ഒന്നാമത്തെ ബിദ്അത്തിന്റെ സംഘം ഖവാരിജ്. ഇതാരുടെ കാലത്തുണ്ടായി? ആ അലി ബിൻ അബി ത്വാലിബ് പല നാടുകളിലേക്കും പട ഉണ്ടായിട്ട് പോലും അലി സാന്നിധ്യപ്പെട്ട് യുദ്ധം ചെയ്തത് ആർക്കെതിരാണ്?
ഇത് നമുക്ക് മാനദണ്ഡാണോ? അല്ലേ? ഇതിനിപ്പുറം മാനദണ്ഡം എന്താ? ഞാൻ ഇപ്പം നമ്മൾ ഓരോ ന്യായങ്ങൾ പറയാ. എന്ത് അത് അങ്ങനെയല്ലേ? ഇതൊക്കെ പടച്ചോ അറിഞ്ഞിട്ടല്ലേ? നമുക്ക് പടച്ചോ അറിയാത്തൊരു പ്രശ്നം. പടച്ചോ നമ്മളോട് പരലോകത്തെത്തുമ്പോൾ പറയാ, പിന്നെ കുറച്ച് ഇടങ്ങാറായില്ലേ, സാരല്ല കേട്ടോ, അന്ന് ഞാൻ അറിയാതെ കുറച്ച് അങ്ങനെ പറയുന്നേ. പടച്ചോ എൻ്റെ തോളിൽ കൂടിയൊക്കെ ഒന്ന് ഒയ്യ, സാരല്ല കേട്ടോ, കുറച്ച് ഇടങ്ങാറായിട്ടോ, സാരല്ല, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി, അപ്പോഴാണ് അതൊക്കെ ഉണ്ടായത്. അങ്ങനെ പറയാ പടച്ചോ. ഞാൻ പൊടിച്ചതാ, പക്ഷെ ഊരിനെ കോത്തറിയിട്ടാണ് എന്നെ. ചിന്ത അടിമല്ലേ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വിടുവോ? പക്ഷെ ഒരു കോത്തറിപ്പോയി. അങ്ങനെയാണോ? ജിഗാഫുറായി അങ്ങനെ വിശ്വസിച്ച? അപ്പൊ പടച്ച തമ്പുരാന്റെ അറിവോട് കൂടെയല്ലാതെ ഒരു പ്രശ്നവും ഒരു മുസ്ലിമിന് വൽ ഖദ്രി ഖൈരിഹി. പക്ഷെ എന്താ ഇത് മനസ്സിലാക്കാത്ത? പറഞ്ഞ അപ്പൊ നമ്മളെ ഇവിടെ ഏതൊരു ശത്രു സംഘപ്പത്തിലുള്ളൂ. ഇനി അടുത്ത കൊല്ലം ഇതിന്റെ അപ്പുറത്തേക്ക് വരും, അതിന്റെ അപ്പുറത്തേക്ക് വരും. ഇതിന് നമ്മൾ ഇതൊക്കെ ആരുടെ അറിവോട് കൂടിയാണ്? അള്ളാന്റെ അറിവോട് കൂടിയല്ലാതെ ഒരു ചുക്ക് ഇവിടെ ഉണ്ടാവില്ല. വമാമിൻ ദാബത്തിൻ ഫിൽ അർദി. മനസ്സിലായില്ലേ? മനസ്സിലായി? ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹാ. ഏതൊരാളെ മൂർത്താവിലും ആരെ കൈയുണ്ട്? അള്ളാഹുവിൻ്റെ കൈയുണ്ട്. ഇപ്പം നിങ്ങൾ ഇന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാനത് കേട്ടിരിക്കണം. എന്തുകൊണ്ട്? അതിനകത്ത് ഞാനതിനെ പ്രതിരോധിക്കേണ്ടെന്നൊന്നുമല്ല. പക്ഷെ അതിന് ഞാനവിടെ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഉസ്താദാന്ന് വിചാരിച്ചിരിക്കുന്ന അടിയിൽ നിന്ന് ഒരുത്തനാണ് ചൂടായി. അതുകൊണ്ട് അതോടുകൂടെ ഉസ്താദിൻ്റെ കാറ്റ് കഴിഞ്ഞല്ലോ. എന്ത്? ഇല്ലെങ്കിൽ ഉസ്താദ് ഇവിടെ കിബറും കൊണ്ട് ഇങ്ങനെ പറക്കായിരുന്നു. അപ്പോൾ ഓനെ ലേശം താഴത്ത് കറങ്ങിയാലേ ഓൻ മുമിനായി നടക്കുള്ളൂ. മനസ്സിലായില്ല? മറ്റേ വായിക്ക് എതിരുവായി ഇല്ലാതെ നടന്നാൽ ഓൻ തന്നെ റബ്ബായി നടക്കും. ഓനവൻ നന്നായി തീരണമെങ്കിൽ സദസ്സിലിട്ട് ഓനെ വഷളാക്കണം. അപ്പൊ അതും ആരെ തീരുമാനം തന്നെയാണ്. അപ്പൊ അവിടെ ചൊന്നോടെ മിണ്ടാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? അള്ളാഹുവിൻ്റെ അബ്ദിനെയാണ് അള്ളാഹു മുന്തിച്ചത്. ആ അബ്ദ് എന്തിന് പ്രാധാന്യം കൊടുത്തോ അതൊക്കെ ക്ലിയറാ. അതെല്ലാം നമ്മൾക്കിനി ഒന്നും ചെയ്യേണ്ടതില്ല, ഒന്നും വേണ്ട. ആദ്യകാലത്ത് മുസാഫ് ഉണ്ടായില്ല. സ്വഹാബികൾ മരിച്ചപ്പോഴാണ് മുസാഫ് ഉണ്ടായെങ്കിൽ തർക്കം ഉണ്ടാവുമല്ലേ? മുസാഫിന്റെ ക്രോഡീകരണം നടത്തിയത് ആരാ? സിദ്ദീഖുൽ അക്ബറിന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലല്ലോ, സുന്നികൾക്ക് തർക്കമില്ലല്ലോ. ഷിയാക്കളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമുണ്ടോ? ഇല്ലല്ലോ. ആ ആളാണ് ജംഉൽ ഖുർആൻ ക്രോഡീകരണം നടത്തിയത്. ഖുർആന്റെ എഴുത്തുകൾ അതിൻ്റെ വള്ളിപ്പുള്ളികളെ ക്ലിയറാക്കിയത് മൂന്നാമത്തെ ദുന്നൂറൈനി, രണ്ട് പ്രകാശം. റഅയ്തു ഫീ ബാബിൽ ജന്ന മക്തൂബൻ ബി ഇസ്മി ഉസ്മാൻ. ഉസ്മാന്റെ പേര് സ്വർഗത്തിന്റെ ഗേറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ലോകം അംഗീകരിക്കുന്ന മഹാനായ സയ്യിദ്ന ഉസ്മാൻ. അപ്പൊ എല്ലാം അവർ ക്ലിയർ ആക്കിയിട്ടില്ല. ഈ 4 ഖലീഫമാരെ കാലത്ത് ബിദ്അത്ത് ഉണ്ടായി, എല്ലാ പ്രശ്നം തീർന്നു. ഖുർആനും അതിന്റെ റുസും ഒക്കെ. പിൽക്കാലത്താണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ആളുണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീനൽ മഹ്ദിയീൻ. അപ്പൊ നമ്മൾ അത് അല്ലാഹുവിന്റെ മശിയത്താണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നേരെ പ്രശ്നമായി തോന്നുക. എന്ത്? റസൂലുള്ളാഹി ഫാത്തായപ്പോക്കിന് എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? എടാ, അന്ന് പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നത്തിന്റെ കാര്യത്തിൽ വെച്ച് പ്രശ്നമാവും. പ്രശ്നം അന്ന് തന്നെ ഉണ്ടാകണം. റസൂലുള്ളാഹി വഫാത്താവുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് ജീവിക്കണം. എന്തേ? ശത്രുവാക്കിയാകാതെ ഒരു സമൂഹം ഉണ്ടാവില്ല, നന്നാവില്ല. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു 4 ആഴ്ച മുമ്പ് ഇറക്കി കൂടായിരുന്നു. ആരെ? മുസൈലിമത്തുൽ കദ്ദാബിനെ. നബി ഓനോട് ഒരു യുദ്ധം ചെയ്ത് ഓനെ ശരിയാക്കിയിട്ട് ഇപ്പൊ റസൂലുള്ളാഹി പറയാ, എന്ത്? ഇപ്പൊ ഇവിടെ എതിരൊന്നും ആരുമില്ലല്ലോ. ഇല്ല, ക്ലിയറായ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സത്യല്ലേ? നീ പ്രശ്നക്കാരന് പ്രശ്നം ഉണ്ടാക്കാം. എന്ത് പറയാം? ഇവിടെ ഞാൻ മുനാഫിക്കിന് എന്ത് പറയാം? ഇയാൾ ഇത്ര വലിയ നബിയാണെങ്കിൽ മറ്റേ ആളെ ശരിയാക്കണ്ടേ? ഇതൊരു പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഓല് മുനാഫിക്കങ്ങൾ കൂടുമ്പോൾ നമ്മൾ
നമ്മളിപ്പോൾ പറയണ്ട, അവിടെ ഭൂരിപക്ഷം മറ്റൊരായതുകൊണ്ട് നമ്മൾ പറയണ്ട. പക്ഷേ ഇയാൾ നബിയാന്ന് ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം ഇയാൾ നബിയാണെങ്കിൽ ശരിയാക്കണ്ടേ? നമ്മൾക്ക് ഇത് വലിയ ഭീഷണിയല്ലേ? വേറൊക്കെ നമുക്ക് നോക്കാം. നബിയാന്ന് വാദിക്കും, അത് പ്രശ്നമില്ല. അത് മുനാഫിക്കിന് പറയാലോ. അപ്പൊ മുനാഫിക്കിന് പറയാം, മുനാഫിക്കാനുള്ള സാധ്യത അവിടെ വെച്ചു കൊടുത്തു. മുസ്ലിം ഉമ്മത്തിനോ, മുസ്ലിം ഉമ്മത്ത് അതന്നെ ഒരു പ്രതിസന്ധിയും പരിഹരിക്കേണ്ട ബാധ്യത ആർക്കില്ല. അവൻ പോകുക, അവന്റെ പ്രതിസന്ധി ഉണ്ടാക്കലും പരിഹരിക്കലൊക്കെ ആരാണ്? വളരെ സ്ട്രൈറ്റായി മനസ്സിലാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇതൊക്കെ എന്താ ചിന്തിക്കാത്ത? അപ്പൊ ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കണം, നമ്മളെ പരീക്ഷിക്കണം. ഇതൊക്കെ പരീക്ഷണം. ഇതിൽ ദജ്ജാലിന്റെ ഭാഗത്തേക്ക് നമുക്ക് ചാടിപ്പോകാൻ എളുപ്പമുണ്ട്. ഞാൻ പറഞ്ഞ തലയെ കെട്ടിയവര്, തങ്ങന്മാർ, ജനം, വലിയ ആളുകളാന്ന് വിചാരിക്കുന്നവർ പോലും വീണ് പോയി കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ഈ കൊല്ലം അടുത്ത കൊല്ലം പറയാൻ പറ്റുമെങ്കിൽ ഇപ്പൊ കുറച്ചും കഴിഞ്ഞാൽ ഇത് പറയാൻ പോലും പറ്റൂല. ഇത് അവസാന ഘട്ട. എത്ര അള്ളാഹുവിന്റെ തൗഫീഖായിരിക്കും ഈ അൽ-കഹ്ഫിന്റെ ഈ വ്യാഖ്യാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചതിനെ നമ്മൾ മുന്തിക്കന്നെ വേണം. കിതാബ് അള്ളാഹുവിന്റെ കിതാബ് ഖൽഖല്ല, അള്ളാഹിന്റെ കലാമാണ്, അബ്ദ് ഖൽഖാണ്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചത് ഖൽഖിന്. എന്തുകൊണ്ട്? ഖൽഖിനെ ഇത്തിബാ ചെയ്താൽ ഹവക്ക് സ്ഥാനം ഉണ്ടാവില്ല. കിതാബിൽ എപ്പോഴും ഹവ നടക്കും. ഏത് കിതാബ് ഒരാൾക്ക്, പ്രത്യേകിച്ച് സാഹിത്യം അധികരിച്ച ഗ്രന്ഥമാകുമ്പോൾ അതിനെ ഏത് രൂപത്തിലും വളച്ചും ഒടിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ കൊണ്ടുപോകാം. എന്തും അത് എല്ലാ ഗ്രന്ഥത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുണ്ടിച്ച നമ്മൾ ചില ഏരിയകൾ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ച ചില ഏരിയകൾ ഒരു സ്ഥലത്ത് മാത്രമല്ല. നിങ്ങൾക്ക് ആ കാര്യത്തെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കൂ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലം മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കും ആണ് ബോധ്യപ്പെടുന്ന ചില തെളിവുകൾ ഞാൻ പരിശുദ്ധ ഖുർആൻ ശരീഫിൽ നിന്ന്, ബഹുമാനപ്പെട്ട മാഇദ അധ്യായത്തിന്റെ ആല ഇമ്രാൻ അധ്യായത്തിൽ നിന്ന് നോക്കുക. ആല ഇമ്രാൻ അധ്യായത്തിന്റെ 81-ാമത്തെ ആയത്ത്. 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 ആല ഇമ്രാൻ അധ്യായത്തിന് വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅക്കും ലതുമിനുന്ന ബിഹി വലതൻസുറുന്നഹു. അല്ലാഹു വഇദ് അഖദല്ലാഹു നോക്കുന്നു എല്ലാ നബിമാർക്കും. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അബ്ദിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. വഇദ് അഖദല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുത്തു മീസാഖൻ നബിയീൻ, നബിമാരോടുള്ള ഒരു ഉടമ്പടിയെ. എന്താണ് ഉടമ്പടി? ലമാ ആതൈതുക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയെന്നിരിക്കട്ടെ, മിൻ കിതാബിൻ വഹിക്മ, കിതാബും നുബുവത്തും നിങ്ങൾക്ക് നൽകിയെന്നിരിക്കട്ടെ. സുമ്മ ജാഅക്കും, പിന്നീട് നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നാൽ റസൂലുൻ, എൻ്റെ മഹാനായ റസൂൽ, ഐ മുഹമ്മദ്. റസൂലുൻ, റസൂലുൻ, റസൂലൻ എന്നൊക്കെ ഖുർആനിൽ പറയുന്നത് മുഹമ്മദാണ്. കാരണം ഒരു റസൂലേ ഉള്ളൂ, ബാക്കിയൊക്കെ റസൂലുൽ ഖൗമാണ്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു റസൂലും ബാക്കി 312 റസൂലുൽ ഖൗമാണ്. റസൂലുൽ ഖൗം എന്നാൽ ഒരു ജനത്തിൻ്റെ റസൂൽ. സകലമാന ആളുകൾക്കും റസൂൽ എന്ന പേരിലുള്ള റസൂൽ, അതാണ് മുത്ലഖായ റസൂൽ. റസൂലുൻ, റസൂലൻ എന്നൊക്കെ ഖുർആനിൽ കാണുന്ന റസൂൽ ആരാണ്? മറ്റത് റസൂൽ. മനസ്സിലായില്ലേ? അവിടെ റസൂൽ ഒരു സന്ദർഭം പറഞ്ഞിട്ട് റസൂൽ എന്ന് പറഞ്ഞപ്പോൾ ആ ജനത്തിൻ്റെ ഖൗമിൻ്റെ റസൂൽ എന്ന് ഉദ്ദേശിക്കും. അല്ലാതെ റസൂൽ എന്ന് ബില്ലിത്തിലാക്കിൽ പറഞ്ഞ ഏരിയ മൊത്തം മുഹമ്മദ് മുസ്തഫയാണ്. കാരണം ഇവിടെ എല്ലാവരും, ഞാൻ ആവർത്തിക്കുന്നില്ല, പണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ 2 തരം റസൂലാണുള്ളത്. ഒന്ന് റസൂലും ഒന്ന് റസൂലുൽ ഖൗമുമാണ്. അപ്പൊ സുമ്മ ജാഅക്കും, പിന്നെ
പിന്നെ നിങ്ങളുടെ അടുത്ത് എത്തിയെന്നിരിക്കട്ടെ റസൂലുൻ, എൻ്റെ മഹാനായ റസൂൽ എത്തിയാൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, നിങ്ങളുടെ എല്ലാ സ്ഥാനവും ഒഴിവാക്കി ആ റസൂലിൽ ഈമാൻ കൊള്ളണമെന്നും ആ റസൂലിനെ നിങ്ങൾ സഹായിക്കണമെന്നും ഞാൻ നിങ്ങളോട് ഉടമ്പടി എടുക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്?